10 സെക്കൻഡ് കഴിഞ്ഞാൽ അയ്യോ ഞാൻ മരിച്ചു പോകുമായിരുന്നല്ലോ എന്ന ചിന്ത അവന് വരും. പക്ഷേ ആ 10 സെക്കൻഡ് അവനെ പിടികൂടാൻ യമൻ്റെ ആൾക്കാരൊക്കെ വന്നിരിക്കും. അങ്ങനെയാണ് മിക്ക ആൾക്കാർക്കും സൂയിസൈഡ് ടെൻഡൻസി വരുന്നതിൻ്റെ പ്രധാന കാരണം. 10 സെക്കൻഡ് വരെയാണ് അയാളുടെ മരണത്തിൻ്റെ അവസരം. ഇപ്പോൾ പാശത്തിൽ കയറിൽ തൂങ്ങി മരിക്കുകയാണ്. അയാൾക്ക് ആ കയറ് കെട്ടാനും അയാളുടെ കഴുത്തിൽ കൊണ്ട് ഇടുന്നതുവരെയും അയാളൊരു പ്രത്യേക ലോകത്തേക്ക് എത്തപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് ഒരു നിമിഷം അയാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെ തൂങ്ങുകയോ അല്ലെങ്കിൽ മറ്റോ ഒന്നും ചെയ്യില്ല. ഇതൊരു വളരെ വ്യക്തമായ ഒരു സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ സത്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ മരണം ഉണ്ടാകുന്ന ഈ ആത്മഹത്യ ഉണ്ടാകുന്നതിൻ്റെ കാരണം തന്നെ അയാളുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത രീതികളുമാണ്. ഇപ്പോഴത്തെ ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം ദൈവഭയമില്ലാതെ ജീവിക്കുന്നതുകൊണ്ടാണ്. ഓരോ വീടുകളിലും, അത് മതമേതായിക്കോട്ടെ ജാതീയതായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ഓരോ വീടുകളിലും ഭക്തിമാർഗം ഉണ്ടായാൽ അവനെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മളുടെ ഈ ക്ഷേത്രം പോലുള്ള സ്ഥലങ്ങളിൽ ഒരു ഭക്തിസാഗരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് മാറും, അവന് വിഷയം പറയാനുണ്ടാവും, അവന് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഇറക്കി വയ്ക്കാനുള്ള വേദി ഉണ്ടാകും. അങ്ങനെയുള്ള വേദികൾ ഉണ്ടായി മതിയാകൂ. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനിയുള്ള കുട്ടികൾ അങ്ങനെ നശിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇവരെല്ലാവരും പോകുന്ന എങ്ങോട്ടാണ്? ലഹരികൾക്ക് തേടിയാണ്. അവരാശ്വാസം ലഹരികളിലേക്ക് പോകും. ആ ലഹരികളിൽ മാതാവിനും പിതാവിനും കുടുംബക്കാർക്കും ഉണ്ടാകുന്ന മാനസിക സംഘർഷം എത്രത്തോളം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ തലമുറകളെങ്കിലും ആ ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഴിവുകൾ നമ്മളെല്ലാം ചെയ്തു കൊടുക്കുക. നന്ദി, നമസ്കാരം.